മാതൃഭൂമിൻ്റെ ഒരു വോട്ടർ സൈക്കിൾ ഡയറി എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. കണ്ണൂർ കോർപ്പറേഷനിലെ ആയിക്കരയിലാണ്, ബീഹാറിലെ ഗയ ജില്ലയിൽ ഉള്ള ഗ്രാമം. ഇവിടെയുള്ള ഗ്രാമത്തിൽ ഒരു വീട്ടിലും TV ഇല്ല. നിങ്ങളെ പരിപാടിയിലേക്ക് ഒരു 5 മിനിറ്റ് ഞങ്ങൾ വന്നോട്ടെ. ചെഗുവേരയുടെ മോട്ടോർ സൈക്കിൾ ഡയറി എന്ന പേര് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് വോട്ടർ സൈക്കിൾ ഡയറി എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത്. ബീഹാറിൽ നിന്നുള്ള ഒരു രംഗം വോട്ടർ സൈക്കിൾ ഡയറിയിലൂടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ വലിയ ദുരിതങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മോട്ടോർ സൈക്കിൾ ഡയറിയിൽ നിങ്ങൾ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നടക്കുന്ന കാര്യങ്ങൾ കൂടി വിശദീകരിക്കണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഇതാണ് ഈ ഗ്രാമത്തിലെ വീടുകൾ. എരുമേനെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇത് അങ്കരവാടിയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത്രയും സത്യസന്ധമായിട്ടുള്ള ഒരു പത്രപ്രവർത്തന യാത്ര നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആരും കാണാത്ത, ആരും റിപ്പോർട്ട് ചെയ്യാത്ത വസ്തുതകളാണ് അവർ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് കേരളത്തിലുണ്ടാകണം. കാരണം കേരളത്തിലെ ഗവൺമെൻറ് പറയുന്ന കള്ളത്തരങ്ങളൊക്കെ ബോധ്യപ്പെടും. അതിദരിദ്രരില്ലെന്നും ഒക്കെയുള്ള കള്ളപ്രചരണങ്ങൾ ഈ യാത്രയിലൂടെ പുറത്തു കൊണ്ടുവരാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ആശംസ. വോട്ടർ സൈക്കിൾ ഡയറി യാത്ര തുടരുകയാണ്. വോട്ടർ സൈക്കിൾ ഡയറി യാത്ര തുടരുകയാണ്. വോട്ടർ സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു. മാതൃഭൂമി ന്യൂസിനു വേണ്ടി അനൂപ് ദാസും വൈശാഖും ചേർന്ന് വോട്ടർ സൈക്കിൾ ഡയറി എന്ന പേരിലുള്ളൊരു പ്രോഗ്രാം നടത്തുകയാണല്ലോ. വളരെ നന്നായിട്ടുണ്ട്. ഈ പേര് തന്നെ വളരെ രസകരമായിട്ടുള്ളതാണ്. ചെഗുവേരയുടെ മോട്ടോർ സൈക്കിൾ ഡയറി എന്ന പേര് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് വോട്ടർ സൈക്കിൾ ഡയറി എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് നാടിൻ്റെ യഥാർത്ഥ ചിത്രം പകർത്തി ജനങ്ങളിലെത്തിക്കാൻ സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബീഹാറിൽ നിന്നുള്ളൊരു രംഗം വോട്ടർ സൈക്കിൾ ഡയറിയിലൂടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രാമത്തിലെ ജനങ്ങൾ അവർക്ക് പ്രഭാതകൃത്യങ്ങൾ നിർവഹിക്കാൻ മതിയായ സൗകര്യങ്ങളില്ലാത്തതിനാൽ, അവരുടെ കൊച്ചു കുടിലുകളുടെ പരിസരത്ത് തന്നെ പ്രഭാതകൃത്യങ്ങൾ നിർവഹിക്കുന്നതിനാൽ മൂക്കുപൊത്തി മാത്രമേ ആ ഗ്രാമത്തിലേക്ക് കടന്നു പോകാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് ആ ചിത്രീകരണത്തിൽ കണ്ടത്. അവരോട് അനൂപ് ദാസും സംഘവും ചോദിച്ചപ്പോൾ അവർക്ക് കക്കൂസില്ല, അതുപോലെ തന്നെ വാസയോഗ്യമായിട്ടുള്ള നല്ല വീടുമല്ല എന്നുള്ളത് കാണാൻ സാധിക്കും. ഒറ്റപ്പെട്ട ഒരു വീടല്ല, ഒരു ഗ്രാമത്തിൻ്റെ തന്നെ ചിത്രമാണത്. അതുകൊണ്ട് ഔട്ടർ ഡെഫിക്കേഷൻ ഫ്രീ ആയിട്ട് ഇന്ത്യയെ പ്രഖ്യാപിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതായിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ബീഹാറിൽ നിന്നുള്ള ആ രംഗം. കേരളത്തിലൂടെയും വോട്ടർ സൈക്കിൾ ഡയറിയുമായി അനൂപ് ദാസും കൂട്ടുകാരനും സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കേരളത്തിൽ മനുഷ്യ ജീവിതത്തിലെ ഒട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞൊരിടമാണ്. കാസർഗോഡ് നിന്ന് തുടങ്ങിയ ഈ ചിത്രീകരണത്തിൽ കാസർഗോഡ് അവിടെ കുടുംബശ്രീ അയൽക്കൂട്ടത്തിൻ്റെ ഭാഗമായി 5000-ലേറെ സ്ത്രീകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ സംരംഭത്തിൻ്റെ ചിത്രീകരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലുടനീളം വനിതാ സംരംഭകരടക്കമുള്ള നിരവധി സംരംഭങ്ങളുടെ വിജയഗാഥകൾ നമുക്ക് കാണാൻ സാധിക്കും. വോട്ടർ സൈക്കിൾ ഡയറി എന്ന പേരിൽ മാതൃഭൂമി ചാനൽ സംഘടിപ്പിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് അധിഷ്ഠിതമായിട്ടുള്ള പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വോട്ടർ സൈക്കിൾ ഡയറിയിൽ നിങ്ങൾ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നടക്കുന്ന കാര്യങ്ങൾ കൂടി വിശദീകരിക്കണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. കാരണം എല്ലാം നെഗറ്റീവായിട്ട് മാത്രം കാണുന്നതിന് പകരം കഴിഞ്ഞ 10-11 വർഷത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ പാവപ്പെട്ടവർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള നിരവധിയായ ജനക്ഷേമ പദ്ധതികളുണ്ട്. കുടിവെള്ളം, ശൗചാലയങ്ങൾ, ഭക്ഷണം, റേഷൻ, റോഡുകൾ, ഇങ്ങനെ ഒരുപാട് മേഖലയിൽ അഭൂതപൂർവ്വമുള്ള വികസനം ഉണ്ടായിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളും കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. അനൂപ് ദാസും അതുപോലെ വൈശാഖ് ക്യാമറമാൻ രണ്ടുപേരും ബീഹാറിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട്, മോട്ടോർ സൈക്കിളിലൂടെ സഞ്ചരിച്ചുകൊണ്ടുള്ള വോട്ടർ സൈക്കിൾ യാത്ര ഞാനതിൻ്റെ മിക്കവാറും എല്ലാ എപ്പിസോഡും കണ്ട ഒരാളാണ്. അപ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിലും ആധുനിക ഭാരതം ഇങ്ങനെയാണോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അതിൽ അനൂപ് ദാസ് ഇടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് പഠിക്കണ്ടേ എന്നൊരു ചോദ്യം, കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത്രയും സത്യസന്ധമായിട്ടുള്ള ഒരു പത്രപ്രവർത്തന യാത്ര നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അഭിനന്ദനാർഹമായിട്ടുള്ളൊരു പത്രപ്രവർത്തനം എന്ന നിലയിൽ വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ബീഹാറിൻ്റെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ഒപ്പിയെടുത്തിട്ടുള്ള ആ ചിത്രങ്ങൾ, അത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പത്രപ്രവർത്തനത്തിൻ്റെ സത്യസന്ധതയുടെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. വോട്ടർ സൈക്കിൾ യാത്ര കേരളത്തിലേക്ക് വരട്ടെ, കേരളത്തിൻ്റെ ഗ്രാമങ്ങളും
ബീഹാറിലെ ഗ്രാമങ്ങളും വടക്കേന്ത്യൻ ഗ്രാമങ്ങളൊക്കെ തമ്മിലുള്ള ജീവിതങ്ങളെ താരതമ്യം ചെയ്യാനും ഭരണാധികാരികളെ താരതമ്യം ചെയ്യാനും ഒക്കെ കിട്ടുന്നൊരവസരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അനൂപ് ദാസും വൈശാഖും ചേർന്ന് ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെ നടത്തുന്ന യാത്രയെ ഞാൻ അഭിനന്ദിക്കുന്നു. മാതൃഭൂമിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത് ആരും കാണാത്ത, ആരും റിപ്പോർട്ട് ചെയ്യാത്ത വസ്തുതകളാണ് അവർ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നടക്കുന്ന വികസനമില്ലായ്മ, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ വളരെ പച്ചയായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അത് കേരളത്തിലുണ്ടാകണം. കാരണം കേരളത്തിലെ ഗവൺമെൻറ് പറയുന്ന കള്ളത്തരങ്ങളൊക്കെ ബോധ്യപ്പെടും. അതിദരിദ്രരില്ലെന്നും ഒക്കെയുള്ള കള്ളപ്രചരണങ്ങൾ ഈ യാത്രയിലൂടെ പുറത്തു കൊണ്ടുവരാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ആശംസ. തന്നെയുമല്ല, ഇത് വസ്തുതകളെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിയും. അപ്പോൾ ഭരണകൂടങ്ങൾക്ക് അത് തിരുത്താനുള്ള അവസരം ഉണ്ടാകും. ഞാൻ ഇവരെ രണ്ടുപേരെയും, അനൂപ് ദാസിനെയും വൈശാഖിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവരുടെ മോട്ടോർ സൈക്കിൾ യാത്ര കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളുടെ ഉള്ളറകളിലൂടെ മുന്നോട്ട് പോകട്ടെ. അവർക്ക് ആശംസകൾ നേരുന്നു. മോട്ടോർ സൈക്കിൾ ഡയറി യാത്ര തുടരുകയാണ് കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലൂടെ.